വീട്ടിൽ പണം സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല എന്ന ചിന്തയിലാണ് ഉള്ള സമ്പാദ്യമെല്ലാം ബാങ്കിൽ നിക്ഷേപിക്കാൻ പലരും നിർബന്ധിതരാകുന്നത്. എന്നാൽ ബാങ്കിൽ പോലും പണം സുരക്ഷിതമല്ലെന്നറിഞ്ഞാലോ? തട്ടിപ്പുകാരായ ജീവനക്കാർ ബാങ്കുകളുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ വെല്ലുവിളിയാണ്. കൊല്ലം ഏരൂരിൽ ബാങ്ക് അക്കൗണ്ടിൽ തിരിമറി നടത്തിയത് കരാർ ജീവനക്കാരനാണ്. കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്രിമം നടത്തി 7 ലക്ഷത്തോളം രൂപ അപഹരിച്ചെന്ന പരാതിയിൽ ബാങ്കിലെ കരാർ ജീവനക്കാരൻ ലിബിൻ ടൈറ്റസിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഏരൂർ ശാഖയിൽ നടന്ന ക്രമക്കേടിൽ കരാർ ജീവനക്കാരൻ കരവാളൂർ സ്വദേശി ലിബിൻ ടൈറ്റസ് ആണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 1,11,250 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ബാങ്കിലെ മറ്റു 2 ജീവനക്കാരും ഏരൂർ സ്വദേശികളുമായ രാജേഷ്, സുമേഷ് എന്നിവർക്കെതിരെ ബാങ്ക് മാനേജർ സുധീഷ് ഏരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ മിറർ പ്ലസിൽ കയറി ഇടപാടുകാരന്റെ ഫോൺ നമ്പറിൽ മാറ്റം വരുത്തിയായിരുന്നു തട്ടിപ്പ്. അക്കൗണ്ടിൽ സ്ഥിര നിക്ഷേപം നടത്തിയിരുന്ന 7,21,000 രൂപ രണ്ടാം പ്രതിയായ രാജേഷിന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്കും മൂന്നാം പ്രതിയായ സുമേഷിന്റെ ഇസാഫ് ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. തുടർന്ന് ഈ തുക ഇരുവരും ലിബിൻ ടൈറ്റസിന്റെ പിറവന്തൂർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ടതായും പ്രാഥമികാന്വേഷണത്തിൽ വ്യക്തമായി. സ്ഥിര നിക്ഷേപകനായ ഇടപാടുകാരൻ പണം പിൻവലിക്കാനെത്തിയതിനെ തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ നടപടി ആരംഭിച്ചപ്പോഴാണ് അക്കൗണ്ടിൽ പണമില്ലെന്ന് മനസ്സിലായത്. തുടർന്ന് ബാങ്ക് അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിപ്പ് വിവരം പുറത്തായി. ഉടൻ തന്നെ ബാങ്ക് മാനേജർ ഏരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മറ്റു 2 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂവെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ.